പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന പാഠഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് കവറേജ് നടത്തിയിട്ടില്ല. ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്നിവയാണ്. ആദ്യമായി കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ, പ്രോസസ് ഇറ്റ് ആസ് പെർ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊഡ്യൂസസ് ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്. ഒരു കമ്പ്യൂട്ടർ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? ആസ് പെർ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ്, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്. ഈ ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാംസ്. ആൻഡ് പ്രൊഡ്യൂസസ് ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്. ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റയുടെ ഔട്ട്പുട്ടായിട്ട് ഇൻഫർമേഷനും നമുക്ക് ലഭിക്കും. കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് ആണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. Hardware refers to all physical components associated with a computer system. കമ്പ്യൂട്ടറിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ കമ്പോണൻസിനെയുമാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഈസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. സോഫ്റ്റ്വെയർ ആവട്ടെ ഹാർഡ്വെയറിനെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ഉള്ള നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ദ ടേം ഹാർഡ്വെയർ റെപ്രസെന്റ്സ് ടച്ചബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ വിച്ച് കൺസിസ്റ്റ്സ് ഓഫ് സം ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ്. നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും സാധിക്കുന്ന കമ്പോണൻസിനെ പറയുന്ന പേരാണ് ഹാർഡ്വെയർ. ഇത് പ്രധാനമായും ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആയിരിക്കും. വിവിധ ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ചാണ് ഇനി വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രോസസ്സേഴ്സ്. CPU is an integrated circuit package containing millions of transistors in a single silicon chip. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU. അത് ഒരു IC പാക്കേജ് ആണ്. ദശലക്ഷക്കണക്കിന് ഒരു ട്രാൻസിസ്റ്ററുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിപ്പാണ് CPU. ഉദാഹരണത്തിന് ഇന്റൽ കോർ i3, കോർ i7, AMD ക്വാഡ് കോർ, ഇതെല്ലാം പ്രോസസ്സേഴ്സിന് അല്ലെങ്കിൽ CPU പ്രോസസ്സേഴ്സിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ബ്ലോക്ക് ഡയഗ്രാം ആണിത്. ഇതിൽ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് നോക്കാം. CPUവിന്റെ അകത്ത് തന്നെയുള്ള സ്റ്റോറേജ് മെക്കാനിസമാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് വെരി ഫാസ്റ്റ് ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU. ഒരു CPUവിന്റെ അകത്തുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ്. ദേ ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാംസ്. പ്രോഗ്രാമുകളുടെ എക്സിക്യൂഷനെ വേഗത്തിലാക്കുന്നതിന് രജിസ്റ്റേഴ്സ് സഹായിക്കും. പ്രധാനപ്പെട്ട 5 രജിസ്റ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ അക്യൂമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഇതാണ് 5 പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ്. അടുത്ത പ്രധാനപ്പെട്ട ഹാർഡ്വെയർ കമ്പോണന്റ് മദർ ബോർഡ്. ഇറ്റ് ഈസ് എ ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ടു വിച്ച് ഓൾ മേജർ കമ്പോണൻസ് ആർ ഫിക്സ്ഡ്. കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കമ്പോണന്റുകളെയും ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. ഓൾസോ പ്രൊവൈഡ്സ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഫോർ മെമ്മറി, ഗ്രാഫിക്സ് കാർഡ് എക്സെട്ര. കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിന്, ഉദാഹരണത്തിന് മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്നതിനുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകളും മദർ ബോർഡിൽ ലഭ്യമാണ്. അടുത്ത പോർഷനാണ് മെമ്മറി. എ പ്ലേസ് ടു സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പററിലി ഓർ പെർമനന്റ്ലി. സ്ഥിരമായോ താൽക്കാലികമായോ കമ്പ്യൂട്ടറിന്റെ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ റിസൾട്ടുകളെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ലൊക്കേഷനാണ് മെമ്മറി. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. 2 തരത്തിലുള്ള മെമ്മറിയാണുള്ളത്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. പ്രൈമറി മെമ്മറി
ഹൈ സ്പീഡ് മെമ്മറി ഫോർ ഹോൾഡിംഗ് ഡേറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ടെമ്പററിലി. പ്രൈമറി മെമ്മറി താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്, അതേപോലെ തന്നെ ഹൈ സ്പീഡ് മെമ്മറിയാണ്. 3 തരത്തിലുള്ള പ്രൈമറി മെമ്മറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്: റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. റാം, റാൻഡം ആക്സസ് മെമ്മറി. മെയിൻ മെമ്മറി ദാറ്റ് പ്രൊസസർ ക്യാൻ റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രൊസസറിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. ഇതിനെയാണ് നാം പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. മറ്റൊരു പ്രൈമറി മെമ്മറി കമ്പോണന്റ് ആണ് റോം, റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഈസ് പെർമനന്റ് സ്റ്റോറേജ് ദാറ്റ് ക്യാൻ പെർഫോം ഓൺലി റീഡ് ഓപ്പറേഷൻസ്. ഇതിൽ നിന്നും റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. റാമിലെ പോലെ റൈറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പല കാറ്റഗറി ഓഫ് റോം അവൈലബിൾ ആണ്: പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇത് റോമിന്റെ 3 വെർഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാഷ് മെമ്മറി. ഇറ്റ് ഈസ് സ്മോൾ ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രൊസസർ ആൻഡ് റാം. പ്രൊസസറിനും റാമിനും ഇടയിലുള്ള ചെറിയ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഇറ്റ് സ്റ്റോർസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ്. എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഡേറ്റയെയും ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്യാനാണ് ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. ഇനി റാമും റോമും പ്രൈമറി മെമ്മറി കമ്പോണന്റ് ആണെന്ന് പറഞ്ഞു. ഇവ തമ്മിൽ പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഈസ് റാം. റാം ഈസ് ഫാസ്റ്റർ ദാൻ റോം. റോമിനേക്കാളും സ്പീഡ് റാൻഡം ആക്സസ് മെമ്മറിക്കാണുള്ളത്. റാം സ്റ്റോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ഫംഗ്ഷനിങ്. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ഡേറ്റയെയും സ്റ്റോർ ചെയ്യാനാണ് റാം ഉപയോഗിക്കുന്നത്. എന്നാൽ റോമിന്റെ കാര്യം വ്യത്യസ്തമാണ്. ഇറ്റ് സ്റ്റോർസ് പ്രോഗ്രാംസ് റിക്വയർഡ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ ഇനിഷ്യലി. ഒരു കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്ന സമയത്ത് ബൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനാണ് റോം ഉപയോഗിക്കുന്നത്. റാം അലൗസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങും റൈറ്റിംഗും പോസിബിൾ ആണ്. എന്നാൽ റോം അലൗസ് റീഡിംഗ് ഓൺലി. റോമിൽ നിന്നും റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. റാം ഈസ് വോളറ്റൈൽ, ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടന്റ്സ് ആർ ലോസ്റ്റ് വെൻ ഡിവൈസ് ഈസ് പവർഡ് ഓഫ്. പവർ ഓഫ് ആയാൽ അഥവാ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ റാമിലുള്ള കണ്ടന്റുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ റോം നോൺ വോളറ്റൈൽ ആണ്, ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടന്റ്സ് ആർ റീറ്റെയിൻഡ് ഈവൻ വെൻ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ്. കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്തു കഴിഞ്ഞാലും റോമിലുള്ള കണ്ടന്റ് നിലനിൽക്കും. അപ്പോൾ പ്രൈമറി മെമ്മറിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഫാസ്റ്റർ ഹൈ സ്പീഡ് മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. ഒരു CPU-ന് ഡാറ്റ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി. അടുത്തതാണ് സെക്കൻഡറി ഓർ ഓക്സിലറി മെമ്മറി എന്നുള്ള പോർഷൻ. സെക്കൻഡറി മെമ്മറി ഈസ് ഓഫ് പെർമനന്റ് നേച്ചർ. സ്ഥിരമായ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി മെമ്മറി. ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദീസ് ഡിവൈസസ് ഡസ് നോട്ട് വാനിഷ് വെൻ പവർ ഈസ് ടേൺഡ് ഓഫ്. കമ്പ്യൂട്ടറിന്റെ പവർ ഓഫ് ആക്കി കഴിഞ്ഞാലും ഡേറ്റ നഷ്ടപ്പെടാതിരിക്കുന്നത് സെക്കൻഡറി മെമ്മറിയിൽ മാത്രമാണ്, അഥവാ നോൺ വോളറ്റൈൽ ആണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ റാം ബട്ട് ഇറ്റ് ഈസ് സ്ലോവർ. റാമിനേക്കാളും സൈസ് കൂടുതലാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ സ്ലോവറും ആണ് കമ്പയർഡ് ടു പ്രൈമറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ഓർ പ്രോഗ്രാംസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡറി മെമ്മറി നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ പെൻഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ബാക്കപ്പ്. ഒരു ബാക്കപ്പ് സംവിധാനമായിട്ട് നമുക്ക് സെക്കൻഡറി മെമ്മറിയെ ഉപയോഗിക്കാം. 3 ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. ഇവിടെ 3 തരത്തിലുള്ള സെക്കൻഡറി മെമ്മറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ ആൻഡ് സെമി കണ്ടക്ടർ. ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. Magnetic storage devices use plastic tape or metal discs coated with magnetic material. മാഗ്നറ്റിക് മെറ്റീരിയലുകൾ കോട്ട് ചെയ്ത പ്ലാസ്റ്റിക് ഡിസ്കുകളാണ് ഇതിൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഡേറ്റ മാഗ്നറ്റിക്കലി. മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോർസ് ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ അറ്റ് ലെസ് കോസ്റ്റ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. A recording medium consists of a thin tape with a coating of fine magnetic material. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. Data is stored and read using read-write head. ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഹാർഡ് ഡിസ്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ.
ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഹൈ ട്രാൻസ്ഫർ റേറ്റ്, ലോ ആക്സസ് ടൈം, മോർ ഡ്യൂറബിൾ, ലെസ് എറർ പ്രോൺ. ഇതെല്ലാമാണ് ഹാർഡ് ഡിസ്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഹാർഡ് ഡിസ്ക് കണ്ടെയ്ൻസ് വൺ ഓർ മോർ പ്ലേറ്റേഴ്സ് ഈച്ച് വിത്ത് 2 റീഡ് റൈറ്റ് ഹെഡ്സ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഡേറ്റ. ഹാർഡ് ഡിസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നിലധികം പ്ലേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്ലേറ്ററുകൾ എന്ന് പറയുമ്പോൾ ഡിസ്ക് പോലെ തന്നെ ഷേപ്പിലുള്ള ഒരു കമ്പോണന്റ് ആണ്. അതിന്റെ രണ്ട് സൈഡിലും ഡേറ്റ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് സൈഡിൽ നിന്നും റെക്കോർഡ് ചെയ്യുന്നതിനും റീഡ് ചെയ്യുന്നതിനും രണ്ട് സൈഡിലും റീഡ് റൈറ്റ് ഹെഡ് അവൈലബിൾ ആണ്. ഡേറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദ സർഫസ് ഓഫ് പ്ലേറ്റർ ഇൻ സെക്ടർ ആൻഡ് ട്രാക്ക്. സെക്ടറുകളും ട്രാക്കുകളുമായിട്ടാണ് ഇതിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്കൻഡറി സ്റ്റോറേജ് കാറ്റഗറിയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. ഇതിന്റെ പ്രത്യേകത, ഇറ്റ് യൂസസ് ലോ പവേർഡ് ലേസർ ബീം ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ഡേറ്റ ഇൻ ടു ഇറ്റ്. നേരത്തെ മാഗ്നറ്റിക് കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ ലൈറ്റ് ആണ്, ലേസർ ആണ് ഉപയോഗിക്കുന്നത്. ഡേറ്റ ഈസ് റിട്ടൺ ആസ് എ സ്പൈറൽ ഇൻ ദ ഫോം ഓഫ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. പിറ്റുകളും ലാൻഡുകളും തുടങ്ങിയ രണ്ട് രൂപത്തിലാണ് ചുറ്റും ഒരു ഡിസ്കിന്റെ ചുറ്റും സൈഡിലായിട്ട് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചീപ്പ് ടു മാനുഫാക്ചർ, ഹെൻസ് പോപ്പുലർ. വളരെ വിലക്കുറവാണ് മാനുഫാക്ചർ ചെയ്യാൻ, നിർമ്മിക്കാൻ, അതുകൊണ്ട് തന്നെ പോപ്പുലർ ആണ്. ഉദാഹരണത്തിന് CD, DVD, ബ്ലൂറേ ഡിസ്ക് ഇവയെല്ലാം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. CD, DVD എല്ലാം ഉപയോഗിക്കുന്നത് റെഡ് ലേസർ ആണ്. അതേസമയം ബ്ലൂറേ DVD uses blue laser. Blue laser has shorter wavelength than red, hence data can be packed more tightly. ബ്ലൂ ലേസറിന് റെഡ് ലേസറിനേക്കാളും വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് കൂടുതൽ ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അടുത്ത കാറ്റഗറിയാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഓർ ഫ്ലാഷ് മെമ്മറി. ഇറ്റ് യൂസസ് EEPROM ചിപ്സ് ഫോർ സ്റ്റോറേജ്. കണ്ടെയ്ൻസ് നോ മൂവിംഗ് പാർട്സ്, ഹെൻസ് ആർ ഷോക്ക് പ്രൂഫ്. സെമി കണ്ടക്ടർ സ്റ്റോറേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ മൂവബിൾ പാർട്സ് ഇല്ല. നേരത്തെ കണ്ട മാഗ്നറ്റിക് സ്റ്റോറേജ് ആണെങ്കിലും ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണെങ്കിലും റൊട്ടേഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. അതുകൊണ്ട് അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങൾ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ അത് സംഭവിക്കില്ല. ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ. ഇത് ഫാസ്റ്ററും ഡ്യൂറബിൾ ആണ്, നിലനിൽക്കുന്നതുമാണ്. USB ഫ്ലാഷ് ഡ്രൈവ് ഇതിന് എക്സാമ്പിൾ ആണ്. നമുക്കറിയാം 2GB, 32GB, 64GB USB ഡ്രൈവ് അവൈലബിൾ ആണ്. പെൻ ഡ്രൈവ്സ് അവൈലബിൾ ആണ്. സ്മോൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്, പോർട്ടബിൾ ആൻഡ് റീറൈറ്റബിൾ. അതേപോലെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഫ്ലാഷ് മെമ്മറി കാർഡ്സും സെമി കണ്ടക്ടർ സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. മൈക്രോ SD കാർഡ്. ഇതേവരെ നമ്മൾ പഠിച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രജിസ്റ്റർ, അതിന്റെ സ്പീഡ്, കപ്പാസിറ്റി, റിലേറ്റീവ് കോസ്റ്റ്, വോളട്ടൈൽ ആണോ അല്ലയോ എന്നുള്ളതും ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് രജിസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഫാസ്റ്റസ്റ്റ് ആണ്, കപ്പാസിറ്റി കുറവാണ്, ലോവസ്റ്റ് ആണ്, റിലേറ്റീവ് കോസ്റ്റ് ഹയസ്റ്റ് ആണ്, അത് എക്സ്പെൻസീവ് ആണ്. വോളട്ടൈൽ എന്ന് വെച്ചാൽ കറണ്ട് പോകുമ്പോൾ അതിനുള്ള കണ്ടന്റ്സ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ക്യാഷ് മെമ്മറി മോർ ഫാസ്റ്റ്, കപ്പാസിറ്റി ലോ ആണ്, റിലേറ്റീവ് കോസ്റ്റ് വെരി ഹൈ ആണ്, വോളട്ടൈൽ യെസ്. എന്നാൽ അവസാനത്തേതോ ഹാർഡ് ഡിസ്കോ മോഡറേറ്റ് സ്പീഡാണ്. ബാക്കി എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് മോഡറേറ്റ് സ്പീഡാണ്, സാധാരണ സ്പീഡ് മാത്രമേ ഉള്ളൂ. കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നോക്കൂ, താഴത്തേക്ക് വരുന്നവരും കപ്പാസിറ്റി കൂടി വരികയാണ്. റിലേറ്റീവ് കോസ്റ്റ് വെരി ലോ, വോളറ്റൈൽ നോ. അതായത് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടാലും പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കണ്ടന്റ് നഷ്ടപ്പെടുകയില്ല. ഈ ടേബിള് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അടുത്തത് മെമ്മറിയുടെ കപ്പാസിറ്റിയും സ്പീഡും അനുസരിച്ചുള്ള ഒരു ഹയറാർക്കിക്കൽ ഡയഗ്രമാണ്. ഏറ്റവും കൂടുതൽ സൈസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് ഡിസ്കിലാണ്. അതിനുശേഷം റാം, ദെൻ ക്യാഷ്, ആഫ്റ്റർ ദാറ്റ് രജിസ്റ്റേഴ്സ്. താഴെ നിന്നും മേളിലേക്ക് പോകുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയും സ്റ്റോറേജ് കുറയുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ രജിസ്റ്റേഴ്സ് ഏറ്റവും സ്പീഡാണ്, എന്നാൽ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ റിക്വയർഡ് ഫോർ യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ. ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് യൂസറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. Input devices feed data and instructions into the computer, and output devices present information from a computer system. ഇൻപുട്ട് ഡിവൈസുകൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഡിവൈസസ് കമ്പ്യൂട്ടറിൽ നിന്നും ഇൻഫർമേഷൻ തിരിച്ച് യൂസറിന് നൽകുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ദ CPU ത്രൂ വേരിയസ് പോർട്സ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വയർലെസ് ടെക്നോളജീസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പോർട്ടുകൾ വഴിയാണ്, അതല്ലെങ്കിൽ വയർലെസ് സംവിധാനങ്ങൾ വഴിയാണ്. പോർട്ടുകളെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. സിൻസ് ദേ റിസൈഡ് ഔട്ട്സൈഡ് ദ CPU, ദേ ആർ കോൾഡ് പെരിഫറൽസ്.
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ വിളിക്കുന്നത് പെരിഫറൽ ഡിവൈസസ് എന്നാണ്. കാരണം അത് CPU ക്യാബിന്റെ അല്ലെങ്കിൽ CPU സംവിധാനത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവയെ വിളിക്കുന്നത് പെരിഫറൽ ഡിവൈസസ് എന്നാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ ഒരുപാടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ചിലവ മാത്രം ഇവിടെ പരിചയപ്പെടുന്നു. കീബോർഡ്, ഇതൊരു വയേർഡ് ആവാം, വയർലെസ് ആവാം. മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് ടു ഇൻപുട്ട് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ആൽഫബറ്റ്സിനെയും നമ്പേഴ്സിനെയും ക്യാരക്ടേഴ്സിനെയും കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കീബോർഡ്. അടുത്തത് മൗസ്, അതും വയേർഡ് ഓർ വയർലെസ് ആവാം. മൗസിന്റെ പ്രത്യേകത അതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്നുള്ളതാണ്. പോയിന്റിംഗ് ഡിവൈസുകൾ എഴുതാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് ലൈറ്റ് പെൻ, അതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇറ്റ് ക്യാൻ ഡ്രോ ഡയറക്ട്ലി ഓൺ ദ സ്ക്രീൻ, ഒരു സ്ക്രീനിൽ ചിത്രം വരയ്ക്കുന്നതിന് നമുക്ക് ലൈറ്റ് പെൻ ഉപയോഗിച്ച് സാധിക്കും. ടച്ച് പാഡ്, ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇൻപുട്ട് ഡിവൈസ്, അതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ലാപ്ടോപ്സ്. നെക്സ്റ്റ് ഈസ് touch screen. Touch screen is also an input device that allows user to operate by touching the display screen. സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ. മറ്റൊന്നാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഇൻപുട്ട് ഡിവൈസ് മറ്റ് ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. MICRന്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഇത് ബാങ്കുകളിലെ ഇലക്ട്രോണിക് ക്ലിയറൻസ് ഓഫ് ചെക്കുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റീഡറാണ്. നമ്മുടെ ചെക്കിന്റെ താഴത്തെ ഒരു പ്രത്യേക ഫോണിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ബയോമെട്രിക് സെൻസർ, ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഫിംഗർ പ്രിന്റ്, ഐറിസ് പാറ്റേൺ, ഇതിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ട ഇൻപുട്ട് ഡിവൈസ് ആണ് ബയോമെട്രിക് സെൻസർ. ദെൻ സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ. ഈ എല്ലാ ഇൻപുട്ട് ഡിവൈസുകളുടെയും പ്രത്യേകത അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇവ ക്വസ്റ്റ്യൻ ആയി വരാറുണ്ട്. അടുത്തതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. Output devices are devices that print or display output from a computer. ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അതെന്തായിരിക്കും? ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെ പുറത്തേക്ക് യൂസറിന് വേണ്ടി നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് മേ ബി ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഓർ സോഫ്റ്റ് കോപ്പി. ഔട്ട്പുട്ട് രണ്ട് തരത്തിലാവാം, ഒന്നെങ്കിൽ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പി, പെർമനന്റ് ഔട്ട്പുട്ട്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വെൻ റിക്വയർഡ്. പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ്, നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്ന, പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഔട്ട്പുട്ടിന്റെ ഫോമാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പേപ്പറിൽ പ്രിന്റ് എടുക്കുക, അത് ഒരു ഔട്ട്പുട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന പ്രിന്റർ, പ്ലോട്ടർ, ഇതെല്ലാം ഹാർഡ് കോപ്പി തരുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് കാണാം. സോഫ്റ്റ് കോപ്പി എന്താണ്? ഇലക്ട്രോണിക് ഔട്ട്പുട്ട്സ് വ്യൂഡ് ഓൺ എ സ്ക്രീൻ ടെമ്പററി. ഉദാഹരണത്തിന് ഡിസ്പ്ലേ, നമ്മുടെ മോണിറ്ററിൽ വരുന്ന ഡിസ്പ്ലേ, അത് നമുക്ക് പിന്നീട് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി നിലനിന്നിരുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ല. അതേപോലെ നിങ്ങളുടെ പെൻഡ്രൈവിൽ കോപ്പി ചെയ്യുന്ന ഒരു ഫയൽ, അതെല്ലാം സോഫ്റ്റ് കോപ്പിയാണ്. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ഔട്ട്പുട്ട് കമ്പോണന്റ്. പലതരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ, LCD മോണിറ്റർ, LED മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ തുടങ്ങിയവയെല്ലാം വിഷ്വൽ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിനെ തരുന്ന കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. ഇവിടെ എല്ലാം വിശദമായിട്ടുള്ള നോട്ട് ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പ്രിന്ററിന്റെ പ്രത്യേകത, ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രിന്റർ. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ക്വാളിറ്റി ഓഫ് എ പ്രിന്റർ. ഒരു പ്രിന്ററിന്റെ ക്വാളിറ്റി അളക്കുന്നത് ചില പ്രത്യേക പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിലൊന്നാണ് റെസൊല്യൂഷൻ, മെഷേർഡ് ഇൻ ഡോട്ട്സ് പെർ ഇഞ്ച് DPI. മറ്റൊന്നാണ് സ്പീഡ്, എത്ര ക്യാരക്ടേഴ്സ് ഒരു സെക്കൻഡിൽ പ്രിന്റ് ചെയ്യാമെന്നുള്ളത്, മെഷേർഡ് ഇൻ ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് CPS. അതേപോലെ LPM, ലൈൻസ് പെർ മിനിറ്റ്, എത്ര ലൈൻസ് ഒരു മിനിറ്റിൽ പ്രിന്റ് ചെയ്യാം. ഓർ പേജസ് പെർ മിനിറ്റ്, എത്ര പേജസ് ഒരു മിനിറ്റിൽ പ്രിന്റ് ചെയ്യാം, PPM. ഇവയുടെയൊക്കെ ഷോർട്ട് ഫോം ചിലപ്പോൾ തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഏതൊക്കെയാണ് ഒരു പ്രിന്ററിന്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത് എന്നും ചോദിച്ചു കാണാറുണ്ട്. പ്രിന്റർ പലതരത്തിലുള്ളതുണ്ട്. ഇമ്പാക്ട് പ്രിന്റർ, ഹാമർ സ്ട്രൈക്സ് പേപ്പർ ത്രൂ ഇങ്ക്ഡ് റിബൺ. ഇമ്പാക്ട് പ്രിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് പേപ്പറുമായി പ്രിന്ററിന് ഉണ്ടാകുന്നു. ആ തരത്തിലുള്ള പ്രിന്റേഴ്സ് ആണ് ഇമ്പാക്ട് പ്രിന്റർ. അതിന് എക്സാമ്പിൾ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുമ്പോൾ പ്രിന്റ് വിത്തൗട്ട് ടച്ചിങ് ദ പേപ്പർ. പേപ്പറുമായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് നമ്മുടെ പ്രിന്ററിന് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇതെല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണങ്ങളാണ്. ഓരോ പ്രിന്ററിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇറ്റ് യൂസസ് സ്മോൾ പിൻസ് ഇൻ പ്രിന്റ് ഹെഡ് ആൻഡ് ലിങ്ക്ഡ് റിബൺ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്.
സ്ലോ, നോയ്സി, നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മുടെ കടകളിൽ ചെല്ലുമ്പോൾ ബില്ലുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അത് പേഴ്സണൽ യൂസിന് സാധാരണ ഉപയോഗിച്ച് കാണാറില്ല. അത് വളരെ നോയ്സിയാണ്. വൈഡ്ലി യൂസ്ഡ് അറ്റ് ഷോപ്സ് ബിക്കോസ് വി ക്യാൻ ഗെറ്റ് കാർബൺ കോപ്പീസ് ആൻഡ് ലോ പ്രിന്റിംഗ് കോസ്റ്റ്. മറ്റൊന്നാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇറ്റ് ഫോംസ് ഇമേജ് ഓൺ പേജ് ബൈ സ്പ്രേയിങ് ടൈനി ഡ്രോപ്സ് ഓഫ് ഇങ്ക് ഫ്രം പ്രിന്റ് ഹെഡ്. ഒരു പ്രിന്റ് ഹെഡിൽ നിന്നുള്ള ചെറിയ മഷിയുടെ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ തുള്ളികളെ പേപ്പറിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ട്, ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇമേജസ് പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റർ ഈസ് ചീപ്പ് ബട്ട് ഇങ്ക് കാർട്രിഡ്ജസ് ആർ കോസ്റ്റ്ലി. പ്രിന്റർ ചീപ്പാണ്, പക്ഷെ അതിന്റെ കാർട്രിഡ്ജ് വിലയേറിയതാണ്. ലേസർ പ്രിന്റർ, ഇതും ഒരു നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇമേജ് ടു ബി പ്രിന്റഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഡ്രം യൂസിങ് ലേസർ ബീം. ഒരു ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ പ്രിന്റിംഗ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. Toner powder is sprayed on drum which sticks to portions traced on drum. It is expensive but good quality and very fast. Speed is measured in pages per minute. E-waste. Electronic waste may be defined as discarded computers, office electronic equipment, entertainment devices, mobile phones, television sets and refrigerators. ഈ വേസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞ കമ്പ്യൂട്ടറുകളോ ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെന്റോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഡിവൈസസോ മൊബൈൽ ഫോൺസോ ടെലിവിഷൻ സെറ്റുകളോ റെഫ്രിജറേറ്ററോ അങ്ങനെ ഏതുമാവാം. The used electronics which are destined for reuse, resale, salvage, recycling or disposal are also considered as e-waste. ഉപയോഗിക്കപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസുകൾ പിന്നീട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് കച്ചവടം ചെയ്യാനോ റീസെയിൽ ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ ഉപയോഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഡിവൈസുകളെ നമുക്ക് ഈ വേസ്റ്റിന്റെ ഗണത്തിൽ പെടുത്താം. ഈ വേസ്റ്റ് കണ്ടെയ്ൻസ് ടോക്സിക് സബ്സ്റ്റൻസസ്. അതിൽ പോയിസണസ് ആയിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ അനേകം ഉണ്ടാവും. ഉദാഹരണത്തിന് മെർക്കുറി, ലെഡ്, കാഡ്മിയം, BFR എക്സെട്ര. The pollution control board is responsible for the safe disposal of e-waste. നമ്മുടെ ഗവൺമെന്റ് സംവിധാനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCB ആണ് ഇ വേസ്റ്റ് ഡിസ്പോസലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവരാണ് അതിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നത്. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. പ്രധാനപ്പെട്ട 4 രീതികളാണ് ഇ വേസ്റ്റ് ഡിസ്പോസലിന് അഥവാ ഇ വേസ്റ്റിന്റെ മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, ലാൻഡ് ഫില്ലിംഗ്. ഓരോന്നും നിങ്ങൾക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റീയൂസ്. ഇറ്റ് റെഫേഴ്സ് ടു സെക്കൻഡ് ഹാൻഡ് യൂസ് ഓഫ് യൂസേജ് ആഫ്റ്റർ ദ എക്യുപ്മെന്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ് ഓർ മോഡിഫൈഡ്. ഒരു വസ്തുവിനെ, ഒരു ഡിവൈസിനെ മറ്റൊരാൾക്ക് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിയാണ് റീയൂസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ലാപ്ടോപ്പിന്റെ മെമ്മറി കൂട്ടണം. അത് നമുക്ക് ലാപ്ടോപ്പ് മാറുന്നതിന് പകരം ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ച് സ്ലോട്ടിൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റീയൂസ് ആയി. മോസ്റ്റ് ഓഫ് ദി ഓൾഡ് കമ്പ്യൂട്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ടു റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഓർ റിട്ടേൺ ടു റീറ്റെയിലേഴ്സ് ഫോർ എക്സ്ചേഞ്ച് ഫോർ മണി. കമ്പ്യൂട്ടറുകളൊക്കെ പുതിയത് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് ചെയ്യാം. അതും ഒരു റീയൂസ് ആയിട്ട് കണക്കാക്കാം. മറ്റൊരു മെത്തേഡാണ് ഇൻസിനറേഷൻ. It is a controlled and complete combustion process in which the waste is burned in specially designed incinerators at high temperature. ഉയർന്ന താപനിലയിൽ കമ്പോണന്റുകളെ കത്തിച്ചു കളയുന്ന, ഉരുക്കി കളയുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. റീസൈക്ലിംഗ് is the process of making or manufacturing new products from a product that has originally served its purpose. റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പുനരുപയോഗമാണ് വരുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർ മാനുഫാക്ചറിങ് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ വസ്തുക്കളെ ഉണ്ടാക്കുക. ഫ്രം എ പ്രൊഡക്റ്റ് ദാറ്റ് ഹാസ് ഒറിജിനലി സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. ഒരു ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് ഉൾപ്പെടുത്തി പുതിയ പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ലാൻഡ് ഫില്ലിംഗ് മറ്റൊരു രീതിയാണ് ഈ വേസ്റ്റിൻ്റെത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബട്ട് നോട്ട് റെക്കമെൻഡ് മെത്തേഡ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റ്. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന എന്നാൽ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് ലാൻഡ് ഫില്ലിംഗ്. ചതുപ്പ് നിലങ്ങളെ നികത്താനൊക്കെ ഉപയോഗിക്കുന്നത് ഇ വേസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതും ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡാണ്. സ്റ്റുഡൻസ് റോൾ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാകാൻ കഴിയുക? സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കാതിരിക്കുക. റിപ്പയർ ഫോൾട്ടി എക്യുപ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ന്യൂ വൺ. ഒരു ഉപകരണം കേടായാൽ പുതിയത് ഉടനെ വാങ്ങിക്കാതെ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. റീസൈക്കിൾ ബൈ സെല്ലിംഗ് ഓർ ഡൊണേറ്റിംഗ് ഓൾഡ് എക്യുപ്മെന്റ്.
റീസൈക്കിൾ ബൈ സെല്ലിംഗ് ഓർ ഡൊണേറ്റിംഗ് ഓൾഡ് എക്യുപ്മെന്റ്. പഴയ ഉപകരണങ്ങളെ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിറ്റുകൊണ്ട് അവയുടെ ഉപയോഗത്തെ നിലനിർത്താം. ബൈ പ്രൊഡക്ട്സ് വിത്ത് ഗുഡ് വാറണ്ടി ആൻഡ് ടേക്ക് ബാക്ക് പോളിസി. കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഉള്ള, റിപ്പയർ ചെയ്യാൻ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രം, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം പർച്ചേസ് ചെയ്യുക. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT. Green computing is the environmentally responsible and eco-friendly use of computers and disposing them with minimal or no impact on the environment. പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ഇലക്ട്രോണിക് ഡിവൈസുകളെ ഉപയോഗിക്കുന്ന രീതിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണത്. അതേപോലെ തന്നെ അതിന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസ് ദം വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെന്റ്. ഉപയോഗം കഴിഞ്ഞാൽ അവയെ പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. അതിനുള്ള ഒരു മെറ്റീരിയൽ പാരാമീറ്റർ ആണ്, അതിന്റെ റേറ്റിംഗ് പാരാമീറ്റർ ആണ് നമുക്കറിയാം എനർജി സ്റ്റാർ, 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുള്ള എനർജി സ്റ്റാർ പവർ കൺസംഷന്റെ ഒരു യൂണിറ്റ് ആണത്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഏതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്, മെഷേഴ്സ് എന്നുള്ളതാണ്. ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. ആവശ്യമില്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ഷട്ട് ഡൗൺ ചെയ്യുക. പവർ ഓൺ പ്രിന്റേഴ്സ് ഒൺലി വെൻ നീഡഡ്. പ്രിന്ററുകൾ സാധാരണ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആക്കാറില്ല, വലിയ കമ്പനികളിലും സ്കൂളുകളിലുമൊക്കെ പ്രത്യേകിച്ച് അത് ചെയ്യരുത്. യൂസ് പവർ സേഫ് മോഡ്. ഡിവൈസുകളുടെ പവർ സേഫ് മോഡ് ഉപയോഗിക്കുക. ടേക്ക് പ്രിന്റ് ഔട്ട്സ് ഒൺലി വെൻ നെസസറി. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഹാർഡ് കോപ്പി എടുക്കുക. ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ, യൂസ് ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിംഗ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. ഹാർഡ്വെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് us ടു യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നതിന് ഉള്ള ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. ഇഫ് ഹാർഡ്വെയർ ഈസ് സെറ്റ് ടു ഫോം ദ ബോഡി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ ഈസ് ഇറ്റ്സ് മൈൻഡ്. ഹാർഡ്വെയർ കമ്പ്യൂട്ടറിന്റെ ശരീരമാണ് എങ്കിൽ സോഫ്റ്റ്വെയർ അതിന്റെ മനസ്സാണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 2 തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. സെറ്റ് ഓഫ് 1 or more പ്രോഗ്രാംസ് ഡിസൈൻ ടു കൺട്രോൾ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷനെ, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ്, അവയുടെ ഗ്രൂപ്പാണ്, അവയെ വിശേഷിപ്പിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിന്റെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ്. ഇറ്റ് സപ്പോർട്ട്സ് റണ്ണിംഗ് ഓഫ് അതർ സോഫ്റ്റ്വെയർ. മറ്റു സോഫ്റ്റ്വെയറുകളെ റൺ ചെയ്യുന്നതിന് സിസ്റ്റം സോഫ്റ്റ്വെയർ സഹായിക്കും. കമ്മ്യൂണിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ വിത്ത് പെരിഫറൽ ഡിവൈസസ്. മറ്റു പെരിഫറൽ ഡിവൈസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ സിസ്റ്റം സോഫ്റ്റ്വെയർ സഹായിക്കും. അതേപോലെ ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് റിസോഴ്സസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള റിസോഴ്സസ്, അത് മെമ്മറി ആവാം, പ്രൊസസർ ടൈമിംഗ് ആവാം, അങ്ങനെ ഏത് റിസോഴ്സ് ആണോ അവയെല്ലാം മാനേജ് ചെയ്യുന്നതിനും സഹായിക്കുന്നത് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഗണത്തിൽപ്പെടുന്നവയാണ്. 3 തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ബ്രിഡ്ജ് ആയിട്ട്, ഇന്റർഫേസ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നു. മേക്സ് ദ കമ്പ്യൂട്ടർ കൺവീനിയന്റ് ഫോർ യൂസ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ തരത്തിൽ അതിനെ കൺവീനിയന്റ് ആക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഡയഗ്രം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവയെ മനസ്സിലാക്കി തരും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടും ഹാർഡ്വെയറുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് ആണ് പ്രോസസ്, മെമ്മറി, ഫയൽ, ഡിവൈസ് മാനേജ്മെന്റ്സ്. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഡോസ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്. നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഉബുണ്ടു ലിനക്സിന്റെ മറ്റൊരു വെർഷനാണ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. എന്താണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം. ലോ ലെവൽ ലാംഗ്വേജസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജസ്. മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ് ലോ ലെവൽ ലാംഗ്വേജസ്. പ്രോഗ്രാംസ് ആർ റിട്ടൺ യൂസിങ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി, അതേപോലെ രജിസ്റ്റേഴ്സിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന തരത്തിൽ എഴുതുന്ന പ്രോഗ്രാമുകളാണ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജസ് ആൻഡ് അസംബ്ലി ലാംഗ്വേജസ് ആർ എക്സാമ്പിൾ ഫോർ ലോ ലെവൽ ലാംഗ്വേജസ്. പ്രധാനപ്പെട്ട 2 ലോ ലെവൽ ലാംഗ്വേജസ് ആണ്
മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജ് എന്താണ്? മെഷീൻ ലാംഗ്വേജ് വിച്ച് യൂസസ് ബൈനറി ലാംഗ്വേജ്, നമ്മുടെ സീറോസും വൺസും ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിച്ച് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നത് വളരെ ശ്രമകരമാണ്. അറ്റ് ദ എൻഡ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്, പ്രൊസസ്സറുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അസംബ്ലി ലാംഗ്വേജ് ഒരു നെക്സ്റ്റ് ഹയർ വെർഷനാണ് അസംബ്ലി ലാംഗ്വേജ്. ഇത് രണ്ടും ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഈസ് ഈസിയർ ദാൻ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനേക്കാളും ഈസി ആയിട്ട് നിമോണിക്സ് പോലുള്ള ചില സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ലൈക്ക് ഇംഗ്ലീഷ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ സാധാരണ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ലാംഗ്വേജുകളെ പോലെ ഈസിയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി. നീഡ് ഫോർ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. നേരത്തെ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആവശ്യമാണ്, പക്ഷേ ഹ്യൂമന് അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ. അതുകൊണ്ട് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു ലാംഗ്വേജ് പ്രോസസ്സർ ആവശ്യമാണ്. ഹൈ ലെവൽ ലാംഗ്വേജസ് കനോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് അത് മനസ്സിലാവില്ല. ഹൈ ലെവൽ ലാംഗ്വേജ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആർ സിസ്റ്റം പ്രോഗ്രാംസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു ഇറ്റ്സ് ഇക്വലന്റ് മെഷീൻ ലാംഗ്വേജ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രധാനമായും 3 തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് അസംബ്ലർ. അസംബ്ലർ കൺവേർട്സ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സർ. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇന്റർപ്രറ്റർ. ഇറ്റ് കൺവേർട്സ് ആൻ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രോസസ്സർ തന്നെയാണ് ഇന്റർപ്രറ്റർ. പക്ഷേ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ് ഇത് നടത്തുന്നത്. ഇഫ് എറർ ഈസ് ഫൗണ്ട്, എക്സിക്യൂഷൻ സ്റ്റോപ്സ് ആൻഡ് കണ്ടിന്യൂസ് ഓൺലി ആഫ്റ്റർ എറർ ഈസ് കറക്റ്റഡ്. ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എറർ കണ്ടാൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ നിർത്തും. അതാണ് ഇന്റർപ്രറ്ററിന്റെ പ്രത്യേകത. കമ്പൈലർ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ ആണ്. ദിസ് ഓൾസോ കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഇൻ എ സിംഗിൾ റൺ. ഒറ്റ സ്ട്രെച്ചിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. നമ്മുടെ C++ കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. ബേസിക് ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. എറർ ലിസ്റ്റ് ജനറേറ്റഡ് ആഫ്റ്റർ കമ്പൈലേഷൻ. കമ്പൈലർ ലാംഗ്വേജ് ഒരു എറർ ലിസ്റ്റ് കമ്പൈലേഷന് ശേഷമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതേവരെ പഠിച്ച ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നടത്തിയിരിക്കുകയാണ്. അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അസംബ്ലർ ആവശ്യമാണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പൈലറോ ഇന്റർപ്രറ്ററോ ഉപയോഗിച്ച് നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അറ്റ് ദ എൻഡ് ഒരു കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നത് മെഷീൻ ലാംഗ്വേജിനെയാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മൂന്നാമത്തെ ഘടകമാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക്സ് ആൻഡ് ഇൻ പെർഫോമിംഗ് ടാസ്ക് ഓഫ് റൊട്ടീൻ നേച്ചർ. കമ്പ്യൂട്ടറിന്റെ മെയിൻ്റനൻസ്, അതേപോലെ റൊട്ടീൻ ആയിട്ടുള്ള സ്ഥിരമായി ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെ യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ എന്നുള്ള ഗണത്തിൽപ്പെടുത്താം. ഉദാഹരണത്തിന് കംപ്രഷൻ ടൂൾസ്, വലിയ ഫയലുകളെ ചെറുതാക്കാൻ കംപ്രഷൻ ഉപയോഗിക്കുന്ന ടൂൾസ്, സിപ്പ്, പിൻട്രാർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ, അതേപോലെ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ, ഇവയെല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളുടെ ഗ്രൂപ്പിൽപ്പെടുന്നവയാണ്. അടുത്തത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ശേഷം വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ നേരത്തെ പഠിച്ചത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. രണ്ടാമത്തെ കാറ്റഗറിയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർസ് ഡെവലപ്ഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. ചില പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇവ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളുമുണ്ട്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകളുമുണ്ട്. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പെർഫോം ഓപ്പറേഷൻസ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഉദാഹരണം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. ഉദാഹരണത്തിന് ഒരു ഫോട്ടോഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫോട്ടോ എഡിറ്റിങ്ങും അതിന്റെ മാനിപ്പുലേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപയോഗിച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ.
ഇറ്റ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ടു ഹാൻഡിൽ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ടാസ്കിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പേറോൾ സിസ്റ്റം, ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഇവയെല്ലാം സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. ഫ്രീഡം 3 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ് പ്രോഗ്രാം ആൻഡ് റിലീസ് ടു പബ്ലിക്. നമുക്ക് പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്ത് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫ്രീവെയർ, ഷെയർവെയർ. ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള വ്യത്യാസം: ഫ്രീവെയർ റെഫേഴ്സ് ടു സോഫ്റ്റ്വെയർ ദാറ്റ് എനിവൺ ക്യാൻ ഡൗൺലോഡ് ഫ്രം ഇന്റർനെറ്റ് ആൻഡ് യൂസ് ഫോർ ഫ്രീ. കോസ്റ്റ് ഇല്ലാതെ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നവയാണ് ഫ്രീവെയർ. ഷെയർവെയർ സോഫ്റ്റ്വെയർ ഗിവ് യൂസേഴ്സ് എ ചാൻസ് ടു ട്രൈ ദ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. നമ്മൾ ട്രയൽ വെർഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് എക്സാമ്പിൾ. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്, ഉദാഹരണത്തിന് ഒരു മാസം, ഒരാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പർച്ചേസ് ചെയ്താൽ മതി, ഫുൾ വെർഷൻ പർച്ചേസ് ചെയ്താൽ മതി. ഫ്രീവെയറിൽ ഓൾ ഫീച്ചേഴ്സ് ആർ ഫ്രീ. സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഷെയർവെയറിൽ ഓൾ ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. ടു യൂസ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ യൂസർ ഹാസ് ടു പർച്ചേസ് ഇറ്റ്. ട്രയൽ വെർഷൻ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയർ വെർഷൻ എന്നോ അല്ലെങ്കിൽ പ്രീമിയം വെർഷൻ എന്നോ മറ്റും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം. ഫ്രീവെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് മറ്റൊരാൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ ഷെയർവെയർ മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ഇൻ മെനി കേസസ് ഓതേഴ്സ് പെർമിഷൻ ഈസ് നീഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഷെയർവെയർ. ഓതേഴ്സിന്റെ, ഡെവലപ്പേഴ്സിന്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ഷെയർവെയർ സോഫ്റ്റ്വെയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത കാറ്റഗറിയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രോപ്പർട്ടി ഓഫ് ഡെവലപ്പർ കനോട്ട് ബി കോപ്പീഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ലൈസൻസ്. ഇത് ഡെവലപ്പറുടെ കൺസെന്റോ അവരുടെ അനുമതിയോ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ലൈസൻസ് കൂടാതെ മറ്റൊരാൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ് എക്സെട്ര. It is solved without any access to source code and is therefore not possible to change or improve by the user. ഇത് കോഡ് നമുക്ക് സോഫ്റ്റ്വെയർ ലഭിക്കുമെങ്കിലും അതിന്റെ സോഴ്സ് കോഡ് ഇതിനോടൊപ്പം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനും സാധിക്കുകയില്ല. ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഡെഫിനിഷനാണ് ഹ്യൂമൻസ് ഹു യൂസ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആരൊക്കെയാണെന്നുള്ള ഒരു കാറ്റഗറൈസേഷനാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം മാനേജർ, സിസ്റ്റം അനലിസ്റ്റ്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. സോഫ്റ്റ്വെയറിന്റെ വിവിധങ്ങളായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇതേവരെ നമ്മൾ പഠിച്ചു. ഇവയെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ ഒരു ഡയഗ്രാം ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. സോഫ്റ്റ്വെയറിന് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ വീണ്ടും 3ആയി ക്ലാസിഫൈ ചെയ്യാം: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതിൽ ലാംഗ്വേജ് പ്രോസസറിന് വീണ്ടും 3 തരത്തിലുള്ള ഒരു ഗ്രൂപ്പിംഗിന്റെ സാഹചര്യമുണ്ട്: അസംബ്ലർ, ഇന്റർപ്രറ്റർ, കമ്പൈലർ. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ പർപ്പസും സ്പെസിഫിക് പർപ്പസും. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെ കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്: പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെന്റ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചത് ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും. പിന്നീട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇത്രയും